എന്നിട്ട് ആയുധം എടുത്തിട്ടുണ്ട്. അല്ല മനുഷ്യ, നിങ്ങൾക്ക് പണിക്ക് പോയിക്കൂടെ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ എല്ലാ കാര്യങ്ങളും? പിള്ളേരെ കാര്യങ്ങളൊക്കെ കൊടുക്കാന്നേ അവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ അമ്മ വരുമ്പോൾ ചോദിച്ചു നോക്കട്ടെ. നിങ്ങളെല്ലാം എൻ്റെ തലയിലിടുന്ന എന്തിനാ? വിജി, ആ ശരി, വിളിക്കാം. എല്ലാം ശരിയായോ? ആ, ഞാൻ വെളുത്തുള്ളി വലിച്ചോണ്ടിരിക്കാം അമ്മേ. ഇത്രനേരമായിട്ട് ആയില്ലേ വിജി? പാവും നന്ദുവിന് വിശക്കത്തില്ലേ? മാറി, ഞാൻ നോക്കി തരാം. വേഗം കറി ഉണ്ടാക്ക്. അവന് വിശക്കൂലേ? ആശുപത്രിയിലെ പ്രശ്നം കൊണ്ടല്ലേ ഞാൻ വൈകണത്. ഞാൻ ഇപ്പൊ തന്നെ പോകൂട്ടാ. അമ്മേ, അവൻ ഇത്തിരി വെള്ളം കൊണ്ട് കൊടുക്കാദ്യം. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോണായിരുന്നു. അയ്യോ, ഒന്നും പോകാൻ പറ്റത്തില്ല. കൊച്ചിന് ഇന്ന് അച്ഛൻ ആശുപത്രി കിടക്കുമല്ലേ? നിനക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ അങ്ങനെ ശരിയാണ്. നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ വിട്ടിട്ടില്ലേ? ഉണ്ടാ, ഞാൻ നോക്കി തരാം. വേഗം വേഗം കേട്ടെ. എനിക്കിത്തിരി പൈസയുടെ ആവശ്യം, കുറച്ച് പൈസ നിനക്ക് തരാം. നേരത്തെ പോകാൻ പറ്റത്തില്ല. ഓക്കെ. ഞാൻ ചേട്ടന്റെ അടുത്ത് വരാന്നും പറഞ്ഞു. ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറ. പോകാൻ പറ്റത്തില്ല. ഒരിടത്ത് ജോലിക്ക് നോക്കുമല്ലേ വിജി? അങ്ങനെ പോകാൻ പറ്റുമോ? അത്യാവശ്യം എന്തോ ഒരു ആശുപത്രി കേസ് ഉള്ളത് കൊണ്ടാണ് നിന്നോട് ഇപ്പൊ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചേട്ടന്റെ അടുത്ത് വിളിച്ചു പറയാം എന്നാല്. ഓക്കെ. കറി ഉണ്ടാക്കിയിട്ട് നന്ദുവിന് ചോറ് കൊടുക്കുകയെന്ന്. ശരി ശരി കേട്ടോ. പിന്നെന്താ വീട്ടിൽ വിശേഷം? എന്താ കുഞ്ഞിനെന്താ വയ്യെന്ന് പറഞ്ഞേ? അവനിക്ക് പനി. അവനോട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറയും. ഭർത്താവ് എന്തിനോടുപോകൂലെന്നേ. അവൻ എന്താ പണിയെടുക്കണം, വെള്ളം അടിച്ച് മൂലം. അവന് ഉത്തരവാദിത്തം ഇല്ലാത്തത് നീ മുമ്പ് നിന്നിട്ടാ. അല്ലെങ്കിൽ അവൻ ചെയ്യും. നീ ചെയ്തില്ലെങ്കിൽ അവൻ ചെയ്യും. അവന്റെ കൂടി കുഞ്ഞല്ലേ? അവൻ നോക്കൂലമ്മേ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഒരു കുട്ടികളുണ്ട്, അച്ഛനും അമ്മക്കും അത് ബാധകല്ലേ? അവനിപ്പം കള്ളടിച്ച് വീട്ടിലിരിക്കുന്നുണ്ടോന്നേ. ധരിയണം. ധരിയണം. ഞാനേ ഇതൊന്നങ്ങോട്ട് വേഗം അരിഞ്ഞു തരാം. നന്ദുവിന് നീ കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കണം കേട്ടോ. ഓ ശരി അമ്മേ. എന്താന്നറിയാവോ? നീ കൊടുത്തെങ്കിലും ഭക്ഷണം കഴിക്കുള്ളൂ. ഞാൻ മടി കാണിക്കും ഭക്ഷണം കഴിക്കാൻ. എന്താന്നാ, ഞാൻ വേഗം പോവുക. ഐസിയില് കുറച്ച് സമയം, ഉച്ചക്കുള്ള കുറച്ച് സമയം നമുക്ക് കാണാൻ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് നീ മീനൊക്കെ നന്നായിട്ട് കഴിയോ? കഴുകി അവൻ 2-3 വർഷം നല്ലോണം മൊരിച്ച് ഫ്രൈ ആക്കി കൊടുത്തോളാം. ബാക്കി നീ അരിഞ്ഞോളൂ. അല്ല അരിഞ്ഞോളാം അമ്മ. പൊക്കോ, സമയം വഴികണ്ട. പൊക്കോ, സമയായി. പൊക്കോളൂ. ഞാൻ ചെയ്തോളാം. പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം. ചെയ്തോളാം. ഞാൻ നേരത്തെ വരാൻ നോക്കാം. ആയിക്കോട്ടെ അമ്മേ. ശരി അമ്മ. ചേച്ചി, ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? കൊണ്ടുവരാം. ഇപ്പം കൊണ്ടുവരാം. നന്ദുവേ, വെള്ളം. നന്ദുവേ, വെള്ളം എന്നാ ഇതിലൊഴിക്കട്ടെ. അമ്മ എപ്പഴാ വരിക? അമ്മേ, അത് നോക്കട്ടെ. ഓൺലൈൻ ബിസിനസ് അല്ലേ? ഞാൻ നോക്കിയാൽ മനസ്സിലാവില്ല. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. എവിടെ എന്തുവാ നന്ദു ഇതൊക്കെ? ഫുൾ അലങ്കോലായി കിടക്കാണല്ലോ. നിന്റെ റൂമല്ലേ? കഷ്ടം നന്ദുവേ. എന്തുവാ നന്ദു ഇതൊക്കെ ചെയ്തിട്ടുള്ളേ? നിന്റെ കിടക്കുന്ന റൂമല്ലടാ. കഷ്ടം കേട്ടോ. കോലം വെറുതെ അല്ല അമ്മ ഇങ്ങോട്ടൊന്നും കേറാത്ത. കേറിയപ്പോ കിട്ടുവാനെ. നന്ദുവിന് പറഞ്ഞ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ചെറുക്കനെ കൊണ്ട് തോറ്റു. ഹോസ്റ്റലിൽ പോയി പഠിച്ചു വളർന്ന ചെറുക്കന് എന്ത് ചെയ്യാനാ? ഒരു മര്യാദയ്ക്ക് എടുത്തു വെക്കണ്ടേ? വൃത്തിക്ക് സാധനങ്ങളൊക്കെ ഒന്നും ചെയ്യില്ല. കഷ്ടം. നന്ദു എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? പുറത്തായിട്ട് പോകുന്നുണ്ടോ? അമ്മേനൊന്ന് വിളിച്ചു നോക്കണേ.
എടാ നന്ദുവേ, ഉം. നീ എപ്പോഴാ അമേരിക്കയിലേക്ക് പോണേ? അവര് 3 മാസം ഉണ്ടാവും ഇവിടെ. ആണോ? ഉം. ഞാനൊരു കാര്യം ചോദിച്ചാ നീ അമ്മയുടെ അടുത്ത് പറയോ? ഇല്ല, പറഞ്ഞു. എടാ എനിക്കൊരു 5000 രൂപ തരുമോ? 5000? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. മോനിക്ക് വയ്യാത്തോണ്ടാ? എടാ നീ എന്തൊന്നും മിണ്ടാത്തെ? അമ്മ ഒന്നും അറിയാൻ പോകുന്നില്ല. ആരും കാണും. എല്ലാരും പറയണ്ട, നീ ആരുടെ അടുത്തും പറയണ്ട. നീ പേടിക്കണ്ട. അമ്മ എന്നറിയുമ്പോ നീ ആരുടെ അടുത്തും പറയാണ്ടിരുന്നാ മതി. നീ എനിക്ക് പൈസ ഒന്ന് സഹായിച്ചതല്ലേ. അമ്മ അറിയില്ല, അമ്മേൻ്റെ അടുത്ത് പറയാണ്ടിരുന്നാ മതി. എനിക്ക് പൈസ തന്ന കാര്യം അമ്മേൻ്റെ അടുത്ത് പറയണ്ട. അമ്മേൻ്റെ അടുത്ത് പറയണ്ട കേട്ടോ.